ഹലോ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു 200ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് സെക്ഷൻ നമുക്കൊരു 40 ക്വസ്റ്റ്യൻസ് ഇവിടെ കാണും ഈ സ്ലൈഡിൽ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഒന്നൊന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇന്നല്ലെങ്കിൽ നാളെ കാലത്തുകൊണ്ട് തന്നെ നമുക്ക് മോർണിംഗിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ 200 ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് പോവുക. ആ 200 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഒരു 25 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങളെ എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, നീറ്റ് എക്സാമിന്. ഓക്കെ, അതുകൊണ്ട് പേടിക്കരുത്. നിങ്ങൾ ഇത്ര ദിവസം പഠിച്ചിട്ടുണ്ടാവും, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു റിവിഷൻ കൂടെയാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലുള്ള ഈ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങളെ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ യൂട്യൂബ് പേജ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കി ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം. ഇത് പെർസെൻറ്റേജ് എററാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ എ ക്യൂബിനെ എങ്ങനെ എഴുതാം? ആ ക്യൂബ് ഫ്രണ്ടിലിടുക. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡിനെ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 1%, 2, 3, 4 ആണ്. അതായത് ഡെൽറ്റ എ ബൈ എ ആണ് അവർ 1 തന്നിട്ടുള്ളത്. സിമിലർലി ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ആണ് 2, ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 ആണ് 3, ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ആണ് 4. ഓക്കെ അല്ലേ? ഇനി ഡിനോമിനേറ്ററിൽ സൈഡ് വരുമ്പം നിറയെ ആൾക്കാരും തിങ്ക് ചെയ്യും മൈനസ് അല്ലേ. അങ്ങനെയല്ല, ഇത് പെർസെൻറ്റേജ് എറർ റിലേറ്റീവ് ഫോമിൽ ആഡ് ആണ് ചെയ്യണത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ 14% ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻ എ പെൻഡുലം ക്ലോക്ക് ഇൻക്രീസസ് ബൈ 0.1%, അതായത് 0.1% ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദ എറർ ഇൻ ദ ടൈം പെർ ഡേ. അപ്പം ഒരു എറർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം 2π√L/G എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ ജീനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, L ആണ് ഡിപ്പെൻഡ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L⁻²² എന്ന് എഴുതാം. ബിക്കോസ് റൂട്ട് എന്നുള്ളത് എനിക്ക് 1/2 എന്ന് എടുക്കാം. ഓക്കെ ആണോ? ഇതിൻ്റെ റിലേറ്റീവ് ഫോം എഴുതുവാണെങ്കിൽ T എന്നുള്ളത് എങ്ങനെ എഴുതാം? ഡെൽറ്റ T ബൈ T ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ആ 1/2 ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ 1/2 ഇൻറ്റു L എങ്ങനെ എഴുതാം? ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 ഈ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1. അപ്പോൾ അവിടെ കൊടുക്കുവാണെങ്കിൽ 0.05 കിട്ടും. അവർക്ക് വേണ്ടത് എറർ ആണ് വേണ്ടത്, അത് ഡെൽറ്റ T ആണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് എറർ ആണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ T ബൈ T ഇൻറ്റു 100 ആണ് 0.05 ആണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ T ബൈ T? 0.05 ബൈ 100 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി ഈ T എന്ന് പറയുന്നത് 1 ഡേ ആണ്. 1 ഡേ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ്സ് ഉണ്ടാകും? 60 ഇൻറ്റു 60 ഇൻറ്റു 24. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 43.2 സെക്കൻഡ്സ് കിട്ടും. ഇതൊരു ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻസ് ഓഫ് 1/μ0 വെയർ സിമ്പിൾസ് ഹാവ് ദർ യൂസ്ഫുൾ മീനിങ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1/μ0 എന്ന് പറയുന്നത് ഈക്വൽ ടു c². ഈ റിലേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ് അല്ലേ. സി എന്നുള്ളത് ലൈറ്റ്. യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അല്ലെങ്കിൽ LT⁻⁻1. അതിന് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ L²T⁻⁻2 ആവും. മൂന്നാം ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി ഈ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ആംഗുലർ മൊമെൻറ്റം, ലാറ്റന്റ് ഹീറ്റ് ആൻഡ് കപ്പാസിറ്റൻസ്, ഇതിൻ്റെയൊക്കെ ഫോർമുല തന്നിട്ടുണ്ട്. ഒന്ന് കറക്റ്റ് ചെയ്തോളണം. ക്ലിയർ ആണോ? ഇതൊക്കെ ഓക്കെ അല്ലേ? യൂണിറ്റൊക്കെ അങ്ങ് പഠിച്ചു വെച്ചോളണം. അതേപോലെ തന്നെ പാർസക്ക്, ഏറ്റവും ലാർജസ്റ്റ് ഡിസ്റ്റൻസ് വന്നിട്ട് പാർസക്കാണ്, ലൈറ്റ് ഇയർ അല്ല അല്ലേ. പാർസക്കിൻ്റെ വാല്യൂ വന്നിട്ട് 3 ഇൻറ്റു 10⁻18 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഒന്ന് പഠിക്കുക. പാർസക്ക് പഠിച്ചു വയ്ക്കുക, 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു വയ്ക്കുക, അതേപോലെ 1 ലൈറ്റ് ഇയർ, ഈ വാല്യൂസൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ NCERT-ലുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടൈം പീരീഡ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പെൻഡിലം ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ എഴുതാം? ഫോർമുല T ഈസ് ഈക്വൽ ടു 2π/√L/G. ഓക്കെ, അപ്പോൾ 2π കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് ഒഴിവാക്കാം, അത് വേണമെന്നില്ല. അപ്പോൾ √L/G തന്നെ എഴുതാം. ഇനി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്, സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/G എന്ന് കിട്ടും. ഇല്ല, എനിക്ക് G ആണ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിനേഷൻ ഓഫ് G ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ G അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ G ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/T² എന്ന് എടുക്കാം. G എന്നുള്ളത് ഡെൽറ്റ G ബൈ G, പെർസെൻറ്റേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആക്യുറസി എന്നുള്ളത് പെർസെൻറ്റേജ് തന്നെയാണ്. സോ മൾട്ടിപ്ലൈ ബൈ 100. ഇനി L-ൻ്റെ റിലേറ്റീവ് ഫോം ഡെൽറ്റ L ബൈ L, പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. പ്ലസ് T² ആണെങ്കിൽ 2 ഇൻറ്റു ഡെൽറ്റ T ബൈ T ഇൻറ്റു 100. ഇനി ഈ ഡെൽറ്റ L-ഉം L എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ മെഷേർഡ് ലെങ്ത് 20 സെൻറ്റിമീറ്റർ, നോൺ ടു 1 മില്ലിമീറ്റർ ആക്യുറസി. ആ ലെങ്തിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് 1 മില്ലിമീറ്റർ അല്ലേ. അതാണ് ഡെൽറ്റ L.
ഏറ്റവും നോർമൽ വാല്യൂ ആണ് 20 സെൻറ്റിമീറ്റർ. ആ മില്ലിമീറ്ററും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 × 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഡിവൈഡ് ബൈ L/20 +2 × Δt എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി ആ സമയം നമുക്ക് കിട്ടിയത് 90 സെക്കൻഡ്സ് ആണ്. എന്നാൽ റിസ്റ്റ് വാച്ച് ഉപയോഗിക്കുമ്പോൾ 1 സെക്കൻഡാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡും കൂടിയത് 90 ആണ്. അപ്പോൾ അവിടെ Δt-യിൽ 1 കൊടുക്കുക, T-യിൽ 90 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ 2.72 എന്ന് വരും. ഞാൻ അത് അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ഓഫ് ചെയ്ത് 3% ആക്കി മാറ്റി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും ആ യൂണിറ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ മില്ലിമീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കി മാറ്റി. അതാണ് 1 × 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ കൊടുത്തത്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എൻ ഇക്വേഷൻ x + a/y² × y - b = RT, വേറെ x പ്രഷറാണ്, y വോളിയമാണ്, r യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, t ടെമ്പറേച്ചറാണ്. അപ്പോൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു a/b ആണ്. അപ്പോൾ ഇവിടെ നോക്കി ആ y - b, ബിക്കോസ് നമുക്കറിയാം ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഒയും ബിനും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ y വോളിയമാണ്. y വോളിയം ആണെങ്കിൽ ബിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോളിയം ആയിരിക്കും. വോളിയം എനിക്ക് L³ എന്ന് എഴുതാം അല്ലേ. ഇനി എച്ച് എന്നുള്ളത് പ്രഷറാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? ml - 1 T⁻⁻². ക്ലിയർ അല്ലേ? ഇനി എച്ച് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, എക്സും a/y² രണ്ടിനും ഒരേ യൂണിറ്റ് ആയിരിക്കണം. രണ്ടും ഒരേ യൂണിറ്റ് ഉള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ യൂണിറ്റ് ml⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു a/y². നമുക്ക് a ആണ് വേണ്ടത്. അപ്പോൾ a എന്ന് പറയുന്നത് ml - 1 T⁻² × y² ആണ് ഇല്ലേ, × y². y എന്നുള്ളത് വോളിയമാണ്. വോളിയം ആകുമ്പോൾ L³ എങ്ങനെ എഴുതാം? L⁻⁶ എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് എയും ബിയും കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എയിൻ്റെ ആൻസർ നമുക്കറിയാം ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. a ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ml - 1 T⁻⁻⁻⁻⁻⁻⁻⁻ കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ബിക്ക് L³ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ml² T⁻⁻². വാട്ട് ഈസ് ml² T⁻⁻²? അത് എനർജിയാണ്. ഓക്കെ ആണോ? ഇനി the respective number of significant figure for the number 23.023, 0.003 and 2.1 × 10⁻³ are. 23.03 ഇതിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1 2 3 4 5 ഉണ്ട് അല്ലേ. ഇനി 0.00 എന്ന് പറഞ്ഞാൽ ഡെസിമലിൻ്റെ ഫ്രണ്ടിലത്തെ സീറോയും ഡെസിമൽ കഴിഞ്ഞുള്ള സീറോയും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള നമ്പർ 3 ആണ്. ഓക്കെ ആണല്ലോ. 2.1 × 10⁻³ ആണെങ്കിൽ നമ്മൾ ആ പവർ ഒഴിവാക്കാം. അങ്ങനെ 2.1 നിന്ന് എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 2 ആണ്. ഓക്കെ അല്ലേ? ഇനി വെർനിയർ കാലിപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് എക്സ്പെരിമെൻ്റൽ ആയതുകൊണ്ട് ചിലപ്പം ചോദിക്കാം. അപ്പോൾ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഫോർമുല 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ -1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. എന്താണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ? നമുക്ക് കാണാൻ പറ്റിയ ഒരു റേഞ്ചാണ്. ഇത് കാണുമ്പോൾ എനിക്കറിയാം നമുക്ക് കാണാൻ പറ്റുന്ന 1 മില്ലിമീറ്ററാണ് നോർമൽ മെയിൻ സ്കെയിലുള്ളത്. അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററാണ്. എന്നാൽ എന്താണ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ? അത് നമുക്ക് എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. മെയിൻ സ്കെയിലുണ്ട് ഇല്ലേ, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന മെയിൻ സ്കെയിലാണ്. ഈ മൂവ് ചെയ്യണ സാധനം ഇല്ലേ, ഇതിൻ്റെ ഇവിടെ ഈ മാർക്കിംഗ് ഉള്ളത് എന്താണ്? വെർനിയർ സ്കെയിലാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് അതിൽ തന്നിട്ടുള്ളത് പോലെ എഴുതുക n ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ. അപ്പോൾ n ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നോർമലി 10 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻ സ്കെയിലിൻ്റെ 9 ഡിവിഷനായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് ഫോർമുല. n ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ ഈസ് ഈക്വൽ ടു n - 1 മെയിൻ സ്കെയിൽ ആണെങ്കിൽ വാട്ട് ഈസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ? 1 വെർനിയർ ആണെങ്കിൽ n - 1/m × മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി റീഡിംഗ് എടുക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ടത് മെയിൻ സ്കെയിൽ റീഡിംഗ്. ഈ മെയിൻ സ്കെയിലിൻ്റെ റീഡിംഗ് നോക്കുക, ഈ സൈഡ്, അതായത് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡുള്ള റീഡിംഗ് നോക്കുക. പ്ലസ് n എന്നുള്ളത് സപ്പോസ് ഇതിൻ്റെ അകത്ത്, അതായത് വെർനിയർ സ്കെയിലുള്ള ഏതെങ്കിലും ഒരു ഡിവിഷൻ മെയിൻ സ്കെയിലായിട്ട് മാച്ച് ചെയ്യും. അത് ഇപ്പോൾ നമ്പർ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ 2 3 4 5 അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സ്ക്രൂ ഗേജ് ചോദിക്കുകയാണെങ്കിൽ പിച്ച് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. പിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ക്രൂ ഗേജിൻ്റെ ഹെഡ് സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് 1 മില്ലിമീറ്ററിന് എത്ര ഡിവിഷൻസ് വേണ്ടി വന്നതാണ്. ഇതാണ് ഹെഡ് സ്കെയിൽ. അപ്പോൾ ഇവിടെ ഹെഡ് സ്കെയിലിൽ 100 ഡിവിഷൻസ് ആണെങ്കിൽ ഇതാണ് ഹെഡ് സ്കെയിലിൽ 100 ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ 100 കൊടുക്കുക. പിച്ച് എന്നുള്ളത് എത്ര ഡിസ്റ്റൻസ് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നീങ്ങി, ആ ഒരു ഫുൾ ഡിവിഷൻസും റൊട്ടേറ്റ് ചെയ്തപ്പോൾ എത്ര ഡിവിഷൻ ഫ്രണ്ടിലേക്ക് നീങ്ങി, അതാണ് പിച്ച് എന്നുള്ളത്. ഓക്കെ അല്ലേ? സപ്പോസ് പിച്ച് 1 മില്ലിമീറ്റർ എന്ന് എടുക്കുക. അതായത് ഞാൻ ഫുള്ളും ആ ഹെഡ് സ്കെയിൽ, അതായത് ഈ പറഞ്ഞ ഹെഡിനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ, അതായത് 100 ഡിവിഷൻസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ 1 മില്ലിമീറ്ററാണ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ 1/100 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 ആയിരിക്കും. ഇതുവരെ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ?
ശരി. ഇനി മോഷൻ 1 ഡയമെൻഷൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കി. ഔട്ട് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ദ ഫസ്റ്റ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് വാസ് കവേർഡ് വിത്ത് എ സ്പീഡ് ബി. അപ്പോൾ ഈ 1/3 അല്ലെങ്കിൽ 1/4 അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്റ്റൻസ് S/3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ S/3 ഫസ്റ്റ് S/3ൻ്റെ വെലോസിറ്റി V ആണ്, അടുത്തത് 2V, അടുത്തത് V/2. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഫോർമുല ഉണ്ട്, ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല. ഇവിടെ 3 ആയതുകൊണ്ട്, ഡിവിഷൻസ് 3 ആയതുകൊണ്ട് ഞാൻ മേളിൽ 3 ഇടാം. അപ്പോൾ 3/V' = 1/V1 + 1/V2 + 1/V3. ഇതാണ് നമ്മളെ ഫോർമുല. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ V1-ന് V കൊടുത്ത്, V2-ന് 2V കൊടുത്ത്, V3-ക്ക് V കൊടുത്ത്. ഇനി വാട്ട് ഈസ് 1/V + 2/V? 3/V കിട്ടും ഇല്ലേ, പ്ലസ് 1/2B. LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? 7/2V എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, എന്താണ്? 3/V' = 7/2V ആണെങ്കിൽ വാട്ട് ഈസ് V'? 6V/7. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ആക്സലേഷൻ, നമ്മൾ സൈൻ കൺവെൻഷനാണ് 1 ഡയമെൻഷനിൽ എപ്പോഴും എടുക്കേണ്ടത്. നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേളിലോട്ട് പോകുമ്പോഴും G മൈനസ് ആണ്, മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും G നെഗറ്റീവ് എന്ന് എടുക്കുക, 2 മൈനസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒരു കണ്ടീഷനുണ്ട്. ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേളിലോട്ട് പോകുന്നതെല്ലാം പോസിറ്റീവ്, മേളിൽ നിന്ന് താഴോട്ട് വരുന്നത് നെഗറ്റീവ് ആണ്. അതേപോലെ വെലോസിറ്റി എടുക്കുകയാണെങ്കിലും സർഫസിൽ നിന്ന് മേളിലോട്ട് പോകുന്നത് പോസിറ്റീവ്, മേളിൽ നിന്ന് താഴോട്ട് വരുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ റിലേറ്റീവ് ആക്സലറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്സലറേഷൻ, റിലേറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B ആണെങ്കിൽ നമ്മളെ ഫോർമുല VA - VB ആണ് ഫോർമുല. അപ്പോൾ റിലേറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ AA - AB ആണ്. സിൻസ് ഇവിടെ 2 മൈനസ് ആണ് അല്ലേ, 2 മൈനസ് ആകുമ്പോൾ ഒരു AA - G കൊടുത്ത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് G. അപ്പോൾ ആൻസർ എന്താവും? 0 ആയി മാറും. ഓക്കെ അല്ലേ? ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ റൈസിംഗ് ബലൂൺ ആണ്. വെൻ ഇറ്റ് ഇസ് എ ഹൈറ്റ് ഓഫ് 65 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട്, ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 5 സെക്കൻഡ്. ദ വെലോസിറ്റി ഓഫ് ദ ബലൂൺ ജസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ് ദ സ്റ്റോൺ വാസ് ഡ്രോപ്പ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഫോർമുലയിൽ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ, അപ്പം ഹൈറ്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം തന്നിട്ടുണ്ട്. ഏത് ഫോർമുല യൂസ് ചെയ്യാം? S = UT + ½ AT² ആണ്. ഞാൻ എന്തുകൊണ്ട് -65 എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആ ബലൂൺ റൈസിംഗ് ബലൂണാണ്, ഒരു ഹൈറ്റിലാണ്, സെർട്ടൻ ഹൈറ്റിലാണുള്ളത്. അപ്പോൾ ഹൈറ്റിൽ നിന്ന് താഴോട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. ഓക്കെ അല്ലേ? ഇനി ആ ബലൂൺ മേളിലോട്ടാണ് പോകുന്നത്, അപ്പോൾ വെലോസിറ്റി ഞാൻ പോസിറ്റീവ് എടുത്ത്, അപ്പോൾ U/5. ഇപ്പോൾ മേളിലോട്ട് പോകുന്ന ബലൂണിൽ ഞാനൊരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ സ്റ്റോൺ കുറച്ച് നേരത്തേക്ക് എൻ്റെ കൂടെ വന്നിട്ടായിരിക്കും താഴോട്ട് വരുന്നത്, അതുകൊണ്ടാണ് അവിടെ പ്ലസ് കൊടുത്തത്, മറപ്പോലെ. ഇനി മേളിന് താഴോട്ട് എടുക്കുകയാണെങ്കിൽ G വന്നിട്ട് മൈനസ് തന്നെയാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 12 കിട്ടും. ഇവിടെ നിറയെ ആൾക്കാർക്കും ഡൗട്ട് വരുന്നത് ഇത് എന്തുകൊണ്ട് പ്ലസ് ആയി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അത് പ്ലസ് ആയതല്ല, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് പ്ലസ് എങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാരണം ബലൂൺ മേളിലോട്ട് പോവുകയാണ്. ഞാൻ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോണിൻ്റെ വെലോസിറ്റിയും ആദ്യം ബലൂണിൻ്റെ വെലോസിറ്റി ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റോൺ താഴോട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ ബോഡി ഈസ് മൂവിങ് വിത്ത് ആൻ യൂണിഫോം ആക്സലറേഷൻ. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ദ വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ് 25-ഉം 10 സെക്കൻഡ് വന്നിട്ട് 40 ആണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 12th സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ V = U + 80 കൊടുക്കാം. അപ്പോൾ 25 = U + 5A. അടുത്തത് 40 = U + 10A. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് A 3 കിട്ടും, U 10 കിട്ടും. അടുത്തത് 12th സെക്കൻഡ് ആണ്. അപ്പോൾ SN ഫോർമുല യൂസ് ചെയ്യാം. SN ഫോർമുല എന്നുള്ളത് U + A × n - 1/2 യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 46.5 കിട്ടും. ഓക്കെ ആണോ? ഓപ്ഷൻ C ആണ്. ഇനി ഈ ട്രെയിനിൻ്റെ പ്രോബ്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ട്രെയിൻ മൂവിങ് ആണ്. അപ്പം ആക്ച്വലി എൻ്റെ ഫോർമുല S = UT + ½ AT² ആണ്. സിൻസ് 2 ട്രെയിനിൻ്റെയും ആക്സിലറേഷൻ തന്നിട്ടില്ല, അപ്പം ആക്സിലറേഷൻ തരാത്തത് കൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ S = UT എന്നെടുത്ത്. ഇനി ആ എസ്സിന് വന്നിട്ട് 2 ട്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എസ്സിന് AB എന്നെടുത്ത്, യുവിന് AB T എന്നെടുത്ത്. സിൻസ് ഈ 2 ട്രെയിൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് SABനെ SA + AB ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വെലോസിറ്റി UAB. അപ്പോൾ നോർമലി റിലേറ്റീവ് വെലോസിറ്റി എഴുതേണ്ടത് UA - UB എന്നാണ്. സിൻസ് 2 ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 250 ആണ് ഒരു ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ്. അടുത്ത് ഞാൻ SB എന്നെടുത്ത് ഈസ് ഈക്വൽ ടു 25 + 20 × 10 എന്ന് എഴുതാം. അപ്പം SB = 200 എന്ന് കിട്ടും. ഓക്കെ ആണോ?
ശരി, ഇനി നമുക്ക് ഈ പ്ലോട്ടിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ യു കർവ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്റ്റൻസ് ടൈമിൽ പോസിറ്റീവ് ആണ് കേട്ടോ. ആ പോസിറ്റീവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ടൈം കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൻ്റെ ഡിഫറൻസിയേഷനാണ് വെലോസിറ്റി ഇല്ലേ. ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റി ടൈമിൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻറ്റ് ലൈൻ കിട്ടും. അപ്പം ഇൻവേർട്ടഡ് യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്ലോപ്പാണ്, നെഗറ്റീവ് ആണ് ഇല്ല. ഇത് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നെഗറ്റീവ് സ്ലോപ്പ് കിട്ടും. അതേപോലെ നെഗറ്റീവിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്രയും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഈ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നെഗറ്റീവിലാണ്. അപ്പോൾ ആൻസർ ബി ആണ് അല്ലേ. പെട്ടെന്ന് സമയം കളയണ്ട, പെട്ടെന്ന് എഴുതി പോവുക. ഇനി ഈ പ്ലാങ്ക് ക്വസ്റ്റ്യൻ. ഈ പ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ സപ്പോസ് ഒരു പ്ലാങ്ക് ഉണ്ടാവും, ഇതിലേക്ക് ഞാനൊരു ബുള്ളറ്റ് പാസ് ചെയ്യണുണ്ടാവും. അപ്പോൾ ആ ബുള്ളറ്റ് ഫസ്റ്റ് പാസ് ചെയ്യണ സമയത്ത് തന്നെ വെലോസിറ്റി 1/50 ആയിട്ട് മാറി ഇല്ലേ. അപ്പോൾ ഫസ്റ്റ് വെലോസിറ്റി വി ആണ്, ഒരു പ്ലാങ്കിലാവുമ്പോൾ 1/50. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ എത്ര പ്ലാങ്ക് നമ്മൾ അറേഞ്ച് ചെയ്യണം ഇല്ലേ. ഹൗ മെനി പ്ലാങ്ക്സ് വി ഷുഡ് അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. ഈ നമ്പർ ഓഫ് പ്ലാങ്ക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. n = n²/2n-1. ഈ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് ഈ എത്ര 1/50 അല്ലേ, ആ വാല്യൂ ആണ് എടുക്കേണ്ടത്. ആ 50 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 50 കൊടുക്കുമ്പം നിങ്ങൾ ആൻസർ സപ്പോസ് ഇവിടെ 2500/99 എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. ഞാൻ സപ്പോസ് അത് 100 കൊടുക്കുകയാണെങ്കിൽ 25 ആണ് അല്ലേ. അപ്പോൾ 99 ആണെങ്കിൽ വാല്യൂ ഇനിയും കൂടണം. ഡിനോമിനേറ്ററിൽ വാല്യൂ കുറഞ്ഞാൽ ന്യൂമറേറ്ററിൽ വാല്യൂ കൂടണം. സോ അതിന് നിയറസ്റ്റ് വാല്യൂ 26 എടുത്ത്. ഓക്കെ, ഇനി ബോഡി സ്റ്റാർട്ട്സ് ടു fall freely under gravity, distance covered by first, second, third. അപ്പോൾ ഇതും ഫ്രീയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡ്രോപ്പ് എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഒക്കെ ചോദിക്കാം കേട്ടോ. ഡ്രോപ്പ് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ്. ഇപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് ഫസ്റ്റ് സെക്കൻഡ്, അടുത്ത സെക്കൻഡ്, അടുത്ത തേർഡ് സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്ക് ഗലീലിയൻ്റെ ഫോർമുല എടുക്കാം. അതെപ്പോഴും ഓഡ് നമ്പർ റേഷ്യോ ആയിരിക്കും. 1:3:5 അങ്ങനെ ജസ്റ്റ് ഓർത്താൽ മതി. അല്ലെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. Sn = u + a × n-1/2. u 0 ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് n1 കൊടുക്കാം, അടുത്ത സെക്കൻഡ് കൊടുക്കാം, അടുത്ത തേർഡ് കൊടുക്കാം. അപ്പോൾ ആൻസർ 1:3:5. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണം. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണ ബോഡീസ് ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കും? 1:3:5:7 ഓഡ് നമ്പർ. ഇത് ഗലീലിയസിൻ്റെ ഫോർമുലയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ റിസൾട്ടൻ്റ് ഫോർമുല, ഇത് നമ്മൾ പാരലോഗ്രാമിൻ്റെ പഠിച്ചിട്ടുണ്ടാവും. R = √(a² + b² + 2ab cos θ) ആണ്. ഇതൊക്കെ അറിയാം അല്ലേ. if a = b ആണെങ്കിൽ റിസൾട്ടൻ്റെ ഫോർമുല 2a cos θ/2. ഇനി ഇവിടെ നിന്ന് tan ആൽഫയുടെ ഫോർമുല എടുക്കാം. ആൽഫ എന്നുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് റിസൾട്ടൻറ്റും, ഞാനിവിടെ ബീറ്റ എടുത്തിരിക്കുന്ന ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് റിസൾട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് a.b = (mod (a) mod (b) × cos θ. ഓക്കെ, ഇത് മാൻ വേഴ്സസ് റെയിൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഒരു സ്റ്റാൻഡിങ് മാൻ ഒബ്സർവ്സ് റെയിൻ ഫോളിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 20 m/s. അപ്പം അറ്റ് ആൻ ആംഗിൾ ഓഫ് ഒരു മാൻ റെസ്റ്റിലാകുമ്പോൾ റെയിൻ എങ്ങനെ വന്നിരിക്കുന്നത്? 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അതാണ് ഞാൻ VRG എന്ന് എടുത്തത്. എന്താണ് VRG എന്ന വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അപ്പോൾ മാൻ റെസ്റ്റിലുള്ളപ്പോൾ അവിടെ റിലേറ്റീവ് അല്ല വരണത്, അതായത് റെയിൻ ഗ്രൗണ്ട് നോക്കിയാണ് വരണത്. അതാണ് VRG എന്ന് എടുത്തത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ ഇനിഷ്യലി റെയിൻ എങ്ങനെ വന്നിട്ടുള്ളത്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലായിട്ട് വരുന്ന റെയിൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഫസ്റ്റ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ മാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റെയിൻ വെർട്ടിക്കൽ ആവുന്നതാണ്. അപ്പോൾ മാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റെയിൻ വെർട്ടിക്കൽ ആവുകയാണെങ്കിൽ അത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ വന്നിട്ട് ഇതിനെ റിസോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ഉള്ള സൈഡ് കോസ് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് സൈൻ 30 ആയിരിക്കും. അപ്പം മാൻ പോണത് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? ഹൊറിസോണ്ടൽ. അപ്പോൾ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണെങ്കിൽ 20 sin 30 എടുത്താൽ മതി. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണെങ്കിൽ 20 cos 30. അപ്പോൾ ഇവിടെ വേണ്ടത് റെയിൻ ഈസ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 20 × 1/2 ആൻസർ എന്ത് കൊടുക്കാം? 10 m/s കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നോർമൽ കേസിൽ റെയിൻ എപ്പോഴും വെർട്ടിക്കലി താഴോട്ടാണ് വരാറുള്ളത്. അപ്പം റെയിൻ ആര് നോക്കി വരണം? ഗ്രൗണ്ടിൽ നോക്കി. അതാണ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഓക്കെ അല്ലേ? ഇനി മാൻ ആണെങ്കിൽ എങ്ങോട്ട് നടക്കും? ഫ്രണ്ടിലോട്ട് നടക്കും ഇല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതാണ് ആക്ച്വൽ റിയൽ കേസിൽ. ഇനി ഈ റിസൾട്ടൻ്റ് ഇതാണ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ റിസൾട്ട്. ബിക്കോസ് മാൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ ആ റെയിനാണ്
VM, അത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണ്. പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ റെയിൻ എങ്ങനെയാണ് വരുന്നത്? ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് VRG എന്ന് എടുക്കണം, കാരണം ആ സമയത്ത് മാൻ റെസ്റ്റിലാണ്. ഓക്കെ, മാറിപ്പോരുത്. ഇനി നമ്മൾ റിവർ ക്രോസിംഗ് പ്രോബ്ലംസ് എടുക്കുമ്പോൾ ഈ രണ്ട് മെയിൻ കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ഷോർട്ടസ്റ്റ് ടൈമും ഷോർട്ടസ്റ്റ് പാത്തും. ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുന്നത്, എനിക്ക് ഇത് റിവറിൻ്റെ ഒരു എൻഡ് ABC. അപ്പോൾ എനിക്ക് എയിന്ന് റിവറിൻ്റെ ഒരു എയിന്ന് അപ്പുറത്തെ സൈഡ് എത്തിയാൽ മതി, B അല്ലെങ്കിൽ C. അപ്പം ഞാൻ B നോക്കി നീന്തി തുടങ്ങും. പക്ഷേ റിവറിന് വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ സിയിലേക്ക് എത്തും. മനസ്സിലായി? ഞാൻ എയിന്ന് B നോക്കിയാണ് നീന്തി തുടങ്ങുകയാണെങ്കിലും റിവറിന് വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ സിയിലേക്ക് പോകും. ഇതാണ് ഷോർട്ടസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ റിവറിനെ നോക്കി നീന്തുന്നതാണ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഓക്കെ അല്ലേ? റിവർ എവിടെ നിന്ന് എങ്ങോട്ട് പോകണം? Bന്ന് സിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതാണ് റിവറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതാണ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഈ റിസൾട്ടൻ്റ് ആണ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഓക്കെ അല്ലേ? ഇനി വിഡ്ത്ത് ഓഫ് ദ റിവർ ഡബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ടൈമാണ്. ടൈം എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് വിഡ്ത്തിന് പാരലായിട്ടുള്ള വെലോസിറ്റി. ടൈം എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് വിഡ്ത്തിന് പാരലായിട്ടുള്ള വെലോസിറ്റി. വിഡ്ത്ത് ഡബിൾ ചെയ്യുന്ന എടുക്കാം, പാരലായിട്ടുള്ള വെലോസിറ്റി VMR. ഓക്കെ അല്ലേ? ഇനി ഡ്രിഫ്റ്റ്, ഞാൻ Bയിൽ എത്തേണ്ട ഞാൻ സിയിലേക്ക് എത്തി. അപ്പോൾ BCൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിഫ്റ്റിൻ്റെ ഫോർമുല VRG × T എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്, എനിക്ക് എക്സാക്ട്ലി Bയിലേക്ക് തന്നെ എത്തണം. അതുകൊണ്ട് ഞാൻ ചരിഞ്ഞ് നീന്തി തുടങ്ങും. അതായത് ഞാൻ Aന്ന് സിയിലോട്ട് നീന്തി തുടങ്ങും. അതാണ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഞാൻ റിവർ നോക്കിയാലേ നീന്തി തുടങ്ങണം. അതുകൊണ്ടാണ് VMR എന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ Aന്ന് സിയിലേക്ക് നീന്തി തുടങ്ങുമ്പോൾ റിവറിന് വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ Bയിലേക്ക് എത്തും. അപ്പോൾ ഡ്രിഫ്റ്റ് 0 ഇനി ടൈം എടുക്കുമ്പോൾ ടൈമിൻ്റെ ഫോർമുല വിഡ്ത്ത് ബൈ അതിന് പാരലായിട്ടുള്ള വെലോസിറ്റി. അതിന് പാരലായിട്ടുള്ള വെലോസിറ്റി VMG ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും VMG തരത്തില്ല. ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് റിവറേ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VMR റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ തീറ്റയാണെങ്കിൽ ഇത് അഡ്ജസൻറ്റ് സൈഡ് ആയതുകൊണ്ട് അത് കോസായിട്ട് എടുക്കാം. ശരിയല്ലേ? VMG = VMR × cos θ. അപ്പോൾ അത് ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ അത് അപ്പോൾ ഷോർട്ടസ്റ്റ് ടൈമും ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ഒരു cos θ മാത്രം രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ cos θ ആയിരിക്കും ചേഞ്ച് വരുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് അപ്സ്ട്രീം, എന്താണ് ഡൗൺ സ്ട്രീം? റിവർ ഒഴുകി പോണ ആ ഡയറക്ഷൻ നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. ആ റിവറിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് അപ്സ്ട്രീം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ വിത്ത് റെസ്പെക്ട് ടു അപ്സ്ട്രീം, ഈ ആംഗിൾ എന്താണെന്ന് ചോദിക്കാം. ഈ ആംഗിൾ ഞാൻ ടോട്ടൽ ആംഗിൾ 90 ആണ് അല്ലേ? അപ്പോൾ എനിക്ക് 90 - θ എന്ന് എഴുതാം. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ഇത്ര 90 ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് ചോദിച്ചാൽ ആംഗിൾ 90 + θ. മനസ്സിലായോ? 90 + θ. ഇത്ര നോക്കി വയ്ക്കുക. ഇനി പ്രൊജക്റ്റൈൽ മോഷനിൽ ഈ പാത്തൊക്കെ പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ ഓഫ് എ പാത്ത് y = h tan θ - ½ × g × h² / u² cos² θ. അത് അല്ലെങ്കിൽ AH + BH² എന്നെടുക്കാം. A എന്നുള്ളത് tan θ ആണ്, B എന്നുള്ളത് -1/2 g/u² cos² θ ആണ്. ആ എയും ബിയും ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ y = സപ്പോസ് 10h + 20h² ആണെങ്കിൽ റേഞ്ച് ചോദിച്ചാൽ എളുപ്പമാണ്. റേഞ്ച് എന്നുള്ളത് A/B, ആ A/B ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. u² sin² θ/2 g യും T മാക്സിൻ്റെ ഫോർമുല u sin θ/g യും ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല 2u sin θ/g യും റേഞ്ചിൻ്റെ ഫോർമുല u² sin 2 θ/g യും റേഞ്ച് മാക്സിമം ആണെങ്കിൽ u²/g യും തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രിയാണ്. എന്നാൽ ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. 4 times ഹൈറ്റ് മാക്സിമം = r tan θ = 5tf². ഓക്കെ. ഇനി പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി u ആയിരിക്കും. അപ്പോൾ ആ വെലോസിറ്റി രണ്ട് കമ്പണൻസ് ആക്കി മാറ്റാം. തീറ്റ ഉള്ള സൈഡ് എപ്പോഴും cos θ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് sin θ. എന്നാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ മാറ്റമൊന്നും ഇല്ലാണ്ട് u cos θ എപ്പോഴും സെയിമേ തന്നെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ഇതിലാണ് മാറ്റം വരുന്ന വെർട്ടിക്കൽ വെലോസിറ്റി, അതായത് അത് വേരി ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ഗ്രാവിറ്റി അല്ലേ? അപ്പോൾ u sin θ - gt ഒരു മാക്സിമം ഹൈറ്റിൽ വരുമ്പോൾ അവിടെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. പിന്നെ അവരുടെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. ഇത് ഓക്കെ അല്ലേ? ഇനി സപ്പോസ് ക്വസ്റ്റ്യൻ ചോദിക്കാം, രണ്ട് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വയ്ക്കുക. രണ്ട് ഒബ്ജക്ട്സും പ്രൊജക്റ്റൈൽ മോഷൻ ആണെന്ന് വയ്ക്കുക. ഓക്കെ, രണ്ട് ഒബ്ജക്ട്സും പ്രൊജക്റ്റൈൽ മോഷൻ ആണെങ്കിൽ അപ്പോൾ രണ്ട് പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇപ്പോൾ ഇത് A, ഇത് B. അപ്പോൾ എയിൽ നിന്ന് ഒരാൾ ബിയിലേക്ക് നോക്കുവാണെങ്കിൽ ആ പാത്ത് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ട് എയും പ്രൊജക്റ്റൈൽ മോഷനാണ്, ബിയും പ്രൊജക്റ്റൈൽ മോഷനാണ്. എന്നാൽ A to B, എയിൽ നിന്ന് ബിയിലോട്ട് നോക്കിയാലും ബിയിൽ നിന്ന് എയിലോട്ട് നോക്കിയാലും ആ പാത്ത് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാർ ട്രാവൽ ചെയ്യുന്നുണ്ട് ലീനിയർ വെലോസിറ്റി സർക്കുലർ റോഡിൽ, ദെൻ ദ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ. അപ്പോൾ ഒരു സർക്കുലർ മോഷനിൽ നമുക്ക് രണ്ട് ആക്സിലറേഷൻ
ആക്സലറേഷൻ ഉണ്ടാവും. ഒന്ന് ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ടച്ച് ചെയ്ത് പോകുന്ന ആക്സലറേഷനാണ് ടാൻജൻഷ്യൽ കേട്ടോ, മാറിപ്പോലെ. ആ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്നതാണ് ടാൻജൻഷ്യലും അതിൻ്റെ സെൻറ്ററിലോട്ട് പോകുന്നതാണ് റേഡിയൽ ആക്സലറേഷനും. ഓക്കെ, അപ്പോൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ്റെ ഫോർമുല നോർമലി dv/dt റേഡിയൽ ആക്സലറേഷൻ്റെ ഫോർമുല v²/r. അപ്പോൾ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് നമുക്ക് എങ്ങനെ എടുക്കാം, at² + ar² എടുക്കാം. അതിൻ്റെ ആൻസറാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ? ഇനി ലോസ് ഓഫ് മോഷനിൽ ഈ 4 ഡയഗ്രത്തിനും കണ്ടോ, ഫസ്റ്റ് പുള്ളി 2 മാസം, എഗെയിൻ പുള്ളി 2 മാസം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് ടെൻഷനും ആക്സലറേഷൻ. അപ്പോൾ ഇതിന് 4നും കൂടെ 2 ഫോർമുല പഠിച്ചു വയ്ക്കുക കേട്ടോ. ടെൻഷൻ എന്നുള്ളത് sin θ 1 + sin θ 2 × m1 m2 g/m1 + m2. ആക്സലറേഷൻ എന്നുള്ളത് m1 sin θ 1 - m2 sin θ 2 g/m1 + m2 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ θ1 θ2 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കേസിൽ രണ്ടും വെർട്ടിക്കൽ ആയതുകൊണ്ട് θ1 90 θ2 90 ആണ്. ഇതിൽ ഇവിടെ ഒരു സൈഡ് വെർട്ടിക്കൽ, ഒരു സൈഡ് ഹൊറിസോണ്ടൽ. ഇത് 2 സൈഡും ഇൻക്ലൈൻഡ് ആണ് തീറ്റ. അതേപോലെ അത് നോക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതിലൊരു പ്രത്യേകിച്ചൊരു ക്വസ്റ്റ്യൻ, സപ്പോസ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനെ തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാം. 1 മാസം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ടി ഉണ്ട്, ടിയും T' ഉണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ടി എഴുതുമ്പോൾ 1 മാസം കൂടെ വന്നാൽ ടി എഴുതുമ്പോൾ ഒന്നും ചെയ്യേണ്ട, m1ൻ്റെ കൂടെ m3 ഇവിടെ ആഡ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഈ നമ്മളെ നോർമൽ ടെൻഷനും ആക്സലറേഷൻ്റെ ഫോർമുലയിൽ m1 എവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ m3യും കൂടെ ആഡ് ചെയ്യാം. ഇനി T' എഴുതുമ്പോൾ മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. sin θ 1 + sin θ 2 × ഈ ലാസ്റ്റ് 2 മാസം എടുക്കണം, അതായത് m3യും m2 എടുക്കണം. അപ്പോൾ m2 m2 3/m1 + m2 + m3 ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ 4 ഇക്വേഷൻസും ആക്സലറേഷൻ എല്ലാം സെയിം തന്നെയാണ്. m1ൻ്റെ സ്ഥാനത്ത് m1 + m3 എഴുതുക, അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഇത് വന്നിട്ട് നമ്മളെ ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ കണ്ട 3 മാസസ് നമ്മളൊരു ഫോഴ്സ് കൊണ്ട് പുള്ളി ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് F = മാന്ന് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ F = ഇവിടെ എത്ര മാസസ് ഉണ്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ m1 m2 m3 3 മാസം കൂടെ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ അവിടെ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ആക്സലറേഷൻ്റെ ഫോർമുല എന്തായിരിക്കും, F/m1 + m2 + m3 അത്രയേ ഉള്ളൂ. ഇനി T1 T2 കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ T1 എന്ന് പറയുന്നത് ഈ ടെൻഷൻ എന്ന് പറയുന്നത് m2 m3നെയും പുള്ളി ചെയ്യണുണ്ട്, അതുകൊണ്ടാണ് m2 + m3 × a. ഇനി T2 എന്നുള്ളത് m3നെ മാത്രമേ പുള്ളി ചെയ്യണുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇത് ബ്ലോക്കാണ്, 3 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യണത് റിയാക്ഷൻ ഫോഴ്സസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ F അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം m2ഉം m3 എന്നുള്ള കോമൺ ആയിട്ടുള്ള റിയാക്ഷനാണ് F1ഉം m3 എന്ന് പറയുന്നത് F2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ F = m × a. അപ്പോൾ 3 മാസസും കൂടെ ആഡ് ചെയ്യുക, m1 + m2 + m3 × a. അപ്പോൾ ആക്സലറേഷൻ്റെ ഫോർമുല F ആണ്. ഇനി അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ F1 ഇസ് ദ റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്ഡ് ഫ്രോം m2 ആൻഡ് m3, അതുകൊണ്ടാണ് m2 + m3 × a. F2 എന്ന് പറയുന്നത് m3 × a ആണ്. ഇത്ര നോക്കി വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാനിപ്പോൾ ഫോർമുല പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് ആൻസർ. ഓക്കെ, ഇനി ലിഫ്റ്റിൻ്റെ കേസിൽ ലിഫ്റ്റിൻ്റെ ആക്സലറേഷൻ മേളിലോട്ടാണെങ്കിൽ G' എന്നിട്ടാൽ മതി. മേളിലോട്ട് എന്ത് പോയാലും G+a, മേളിന് താഴോട്ട് വരുവാണെങ്കിൽ G-a, ഫ്രീ ഫോളിൽ 0. ഓക്കെ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ ഫോഴ്സസ് ആണ് വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 20 ന്യൂട്ടൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം എവിടെയാണോ കോണ്ടാക്റ്റ് ഉള്ളത് അവിടെ നിന്ന് വരുന്നതാണ് റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ്. വെയിറ്റ് എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ടെൻഡൻസി താഴോട്ട് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, മേളിലോട്ടായിരിക്കും അല്ലേ? ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്വേർഡ് ഫോഴ്സ് = ഡൗൺവേർഡ് ഫോഴ്സും റൈറ്റ് ഹാൻഡ് സൈഡ് = ലെഫ്റ്റ് ഹാൻഡ് സൈഡും. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയത് 10 = 20 ഇക്വേഷൻ നമ്പർ 1, ഫ്രിക്ഷൻ = mg ഇക്വേഷൻ നമ്പർ 2. ഇനി ഫ്രിക്ഷനും എന്നും തമ്മിലൊരു ബന്ധമുണ്ട്, അതാണ് ഫ്രിക്ഷൻ = μ × n. അപ്പോൾ n 20 തന്നിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ 0. അപ്പോൾ ഫ്രിക്ഷൻ 4 എന്ന് കിട്ടും. ഫ്രിക്ഷൻ 4 ആണെങ്കിൽ ദാറ്റ് = mg. ഓക്കെ അല്ലേ? അപ്പോൾ അത് അവിടെ നിന്ന് എഴുതിയാൽ മതിയാവും. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇത് നമുക്ക് ലാമിസ് തിയറം യൂസ് ചെയ്യാം. കണ്ട 3 ഫോഴ്സസ് ആണെങ്കിൽ നമ്മൾ ഫോർമുല എടുക്കേണ്ടത്, ഇത് 3 ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ഫ്രീ ബോഡി ആയിട്ട് വരച്ചിട്ടുണ്ട്. TW, അവിടുത്തെ ഫോഴ്സ് ഞാൻ T' എടുത്തിട്ടുണ്ട്, ടെൻഷൻ. അപ്പോൾ 37 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് T' sin ഓഫ് 90 എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ അതർ 2 ഫോഴ്സസ്. അപ്പോൾ T' ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ T ആൻഡ് W എത്രയാണ്, 90 ആണ്. സിമിലർലി T എടുക്കുകയാണെങ്കിൽ T sin ഓഫ് T എന്ന് പറഞ്ഞാൽ sin ഓഫ് ആംഗിൾ ബിറ്റ്വീൻ T' ആൻഡ് W. T' ആൻഡ് W എത്രയായിരിക്കും? ഇവിടെ 37 ഉണ്ട്, ഇവിടെ 90 ഉണ്ട് അല്ലേ? T' ആൻഡ് W നമ്മളപ്പോൾ 37 + 90 എത്രയായിരിക്കും? 127.
ക്ലിയർ ആണോ? ഇനി ഡബ്ല്യു എടുക്കുകയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ടി ആൻഡ് ടി ഡാഷ്. ആംഗിൾ ബിറ്റ്വീൻ ടി ആൻഡ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് വേണ്ടത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 മൈനസ് 37 ആണ്. 180 മൈനസ് 37 എത്രയാണ്? സൈൻ 143. ഇനി നമുക്ക് ഇവർ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം ഇല്ലേ? ടി ഡാഷ് അല്ലല്ലോ അവിടെ റിലേഷൻ, ടിയും ഡബ്ല്യു അല്ലേ. ഇനി സൈൻ 127 1 × 90 + 37, 143 1 × 90 + 53. ഈ ട്രയാങ്കിൾ പഠിച്ചു വയ്ക്കുക. 37 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3ഉം അഡ്ജസ്റ്റൻ്റ് സൈഡ് 4ഉം ഹൈപ്പോട്ടനീസ് 5 ആണ്. 53 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 4ഉം അഡ്ജസ്റ്റൻ്റ് സൈഡ് 3ഉം ഹൈപ്പോട്ടനീസ് 5 ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് സൈൻ 1 × 90 + 37 നമ്മൾ ഓൾ സിൽവർ ടീ കപ്സ് ഇല്ലേ. അപ്പോൾ 1 × 90 ആകുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പ്ലസ് 37 ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ സൈൻ പോസിറ്റീവ് ആണ്. ഇവിടെ 1 ഓഡ് നമ്പർ ആയതുകൊണ്ട് സൈന് കോസായിട്ട് മാറി. ഇവിടെയും 1 ഓഡ് നമ്പർ ആയതുകൊണ്ട് സൈന് കോസ് ലാസ്റ്റ് വാല്യൂ ഇടുക. ഇത് ക്ലിയർ ആണോ? ഇനി കോസ് 53യും സൈൻ 37ഉം കോസ് 53യും കോസ് 37ഉം ഈ പ്ലോട്ട് നോക്കി പഠിക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ W3/4T എന്ന് കിട്ടും. ഓക്കെ. ഇനി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബ്ലോക്ക് വരുവാണെങ്കിൽ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ആക്സലറേഷൻ? G sin θ ആണ്. എന്നാൽ റഫ് ആണെങ്കിൽ ഫോർമുല G sin θ മൈനസ് μg cos θ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ബാങ്കിങ് ഓഫ് റോഡും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ബാങ്കിങ് ഓഫ് റോഡ് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡും കൂടെ ഒന്ന് വെലോസിറ്റി മാക്സിമം ഇല്ലേ, വെലോസിറ്റി ബാങ്കിങ് ഓഫ് റോഡിലുള്ള വെലോസിറ്റി മാക്സിമം ഫോർമുലയുടെ ഒന്ന് √μr/g tan θ ഫോർമുലയും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഇത്ര കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി ഞാൻ ഇപ്പോൾ അടുത്ത സ്ലൈഡ് ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ഫസ്റ്റ് നോക്കി വയ്ക്കുക. ഇത്ര ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഇത് ഇത്രയും ബേസിക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എല്ലാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള സ്ലൈഡാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് നോക്കി പോകാനുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഓക്കെ അല്ലേ? അപ്പം താങ്ക് യു.